ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സിറിൽ ജോർജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പുകളായ ഗൂഗിൾ പിക്സൽ 6 ആൻഡ് 6 പ്രോ ഇയറിൽ റിലീസ് ആവുകയുണ്ടായി. അപ്പം അതിനകത്ത് ഗൂഗിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അതായത് ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഗൂഗിൾ പിക്സൽ 6 പ്രോയുടെ ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുക. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുക. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഈ പാക്കേജിങ് ആൻഡ് ബോക്സിലേക്കൊക്കെ നോക്കുമ്പോഴേക്കും അത്യാവശ്യം വളരെ കിടിലമായിട്ടുള്ള പാക്കേജ് തന്നെയാണ് ഗൂഗിളിൻ്റെ പാക്കേജിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്കത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്സൽ 6 പ്രോ ഫോൺ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ എജക്ടർ ടൂളും കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഒരു ബുക്ക്ലെറ്റ് നമുക്ക് ഈ ഒരു ബോക്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു ഒ ടി ജി മാത്രമാണ് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ചാർജർ ഈ ഒരു ബോക്സിനോട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ലൈക്ക് ആപ്പിൾ ആൻഡ് സാംസങ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 പ്രോയിൽ നമുക്ക് ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുക തന്നെ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗൂഗിൾ പിക്സൽ 6 പ്രോ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കയ്യിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന വേരിയന്റ് എന്ന് പറയുന്നത് സ്റ്റോമി ബ്ലാക്ക് കളറാണ് ഈ ഒരു വേരിയന്റ്. അതുപോലെ തന്നെ 12 GB റാം ആൻഡ് 128 GB സ്റ്റോറേജ് ഉള്ള ഒരു വേരിയന്റ് ആണ്. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് നോക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ബൾക്കി ആയിട്ടൊരു ഡിവൈസിനാണ് ഈ ഒരു 6 പ്രോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വലിയൊരു ക്യാമറ ബമ്പ് ഇങ്ങനെ റെക്ടാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കാണാം. അപ്പം അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ് ഈ ഒരു ബമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒരു ലോഗോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ എഡ്ജസിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഹെഡ്ഫോൺ പോർട്ടൊന്നും ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ USB ഹെഡ്ഫോൺ അതായത് ടൈപ്പ് സിയുടെ ഹെഡ്ഫോൺ പോർട്ട് തന്നെയാണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 പ്രോയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിന് നേരെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു മൈക്രോഫോൺ ഇൻപുട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു പവർ ബട്ടണും അതുപോലെ ഒരു വോളിയം റോക്കസ് ബട്ടണും കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ഡിവൈസിലേക്ക് കാണുന്നത് പോലെ തന്നെ ഇൻവേഴ്സ് ആയിട്ടാണ് ഈ ഒരു പവർ ബട്ടണും വോളിയം റോക്കസ് ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഡിവൈസിലൊക്കെ വോളിയം റോക്കസ് ബട്ടൺ ടോപ്പിലും അതിൻ്റെ താഴെയായിട്ടാണ് പവർ ബട്ടൺ നമുക്ക് കാണാറുള്ളത്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ അതായത് പവർ ബട്ടൻ്റെ താഴെയായിട്ടാണ് വോളിയം ബട്ടൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് അവിടെ 2 സ്പീക്കേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് പോർട്ടുമാണ് ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു സിം സ്ലോട്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്കിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ടെൻസർ എന്ന് പറഞ്ഞൊരു പ്രോസസർ ചിപ്സെറ്റാണ് ഈ ഒരു 6 പ്രോയ്ക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 പ്രോ റൺ ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേ ആ ഒരു സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്കിനകത്ത് ലഭിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു കർവ്ഡ് സ്ക്രീൻ, അത് 2K ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 പ്രോയിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 6.71 ഇഞ്ചസിൻ്റെ ഒരു സ്ക്രീൻ സൈസ് ആണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 പ്രോയിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതുകൂടാതെ 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ HDR10+ ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. പിന്നീട് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1444x3120 പിക്സൽസിൻ്റെ ഒരു റെസൊല്യൂഷനാണ് ഈ ഒരു പിക്സൽ 6 പ്രോയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിൻ്റെ ക്യാമറ സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്കിനകത്ത് ലഭിക്കുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു പിക്സൽ 6 പ്രോയിൽ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഒരു ക്യാമറ ബമ്പിനകത്ത് തന്നെയാണ് ഈ ഒരു ക്യാമറാസ് ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാ പിക്സലിലെ 1.9 അപ്പേർസ് ഉള്ള 25 mm വൈഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ആണ്. അതുപോലെ തന്നെ ഡുവൽ പിക്സൽ PDF ലേസർ ഓട്ടോഫോക്കസ് ഒക്കെ തന്നെ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ആണ്. ഇതുകൂടാതെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു ക്യാമറയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിലെ 3.5 അപ്പേർസ് ഉള്ളൊരു 104 mm വൈഡ് ആയിട്ട് അതായത് 104 mm ഉള്ളൊരു ടെലിഫോട്ടോ ക്യാമറയാണ്. ഇതിൽ നമുക്ക് PDA ഫോക്കസും അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഒക്കെ തന്നെ എനേബിൾഡ് ആയിട്ടുണ്ട്. ഇതുകൂടാതെ 4x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ഒരു ക്യാമറയാണിത്. പിന്നെ നമുക്ക് വരുന്ന മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാ പിക്സലിലെ 2.2 അപ്പേർസ് ഉള്ളൊരു 17 mm വൈഡ് ആയിട്ടുള്ള അതായത് അൾട്രാ വൈഡ് ആയിട്ടുള്ള ക്യാമറയാണ്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 114 ഡിഗ്രി ഒരു ഫീൽഡ് ഓഫ് വ്യൂ ആണ്. പിന്നീട് ഇതിൻ്റെ വീഡിയോ ആ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്കിനകത്ത് ലഭിക്കുന്ന പറഞ്ഞാൽ 4K നമുക്ക് 30 FPS അതുപോലെ തന്നെ 60 FPS നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ 1080p നമുക്ക് 30 FPS 60 FPS 120 FPS അതുപോലെ തന്നെ 240 FPS നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. OIS-ഉം ഗൈറോയും ES ഒക്കെ തന്നെ എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറാസ് ആണ്. പിന്നീട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴേക്കും നമുക്കിനകത്ത് ലഭിക്കുന്ന ഒരു 11 MB ഒരു f2.2 അപ്പേർസിൽ വരുന്ന ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് 1080p നമുക്ക് 30 FPS 60 FPS അതുപോലെ തന്നെ 4K നമുക്ക് 30 FPS ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ എടുത്താൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം.
പിന്നെ ഇതിന്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്കിനകത്ത് ലഭിക്കുന്നത് ഒരു 5003 mAh ഒരു ലിഥിയം അയോൺ ബാറ്ററിയാണ് നമുക്കിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നോൺ റിമൂവബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. പിന്നെ ഇതിന്റെ ചാർജിങ് സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്കിനകത്ത് ലഭിക്കുന്ന ഒരു 30 വോട്ട് ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ അഡ്വർടൈസ് ചെയ്യുന്നത് 50% ഇൻ 30 minutes എന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു ബോക്സിനോട് നമുക്ക് ചാർജർ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ഫാസ്റ്റ് വയർലെസ് ചാർജിങ് 23 വോട്ടിന്റെ ഒരു ഫാസ്റ്റ് വയർലെസ് ചാർജിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും USB പവർ ഡെലിവറി 3.0 ഒക്കെ തന്നെ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 Pro എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ ഫ്യൂച്ചർ ആ ഒരു സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്കൊരു 5G എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു 6 Pro എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ Wi-Fi 6ഉം അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് ഒക്കെ തന്നെ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഈ ഒരു 6 Pro എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന സ്റ്റോറേജ് വേരിയൻസ് എന്ന് പറയുന്നത് 12GB റാം വരുന്നത് ഒരു 128GB അതുപോലെ തന്നെ 256GB ഇതുകൂടാതെ 512GB ഒരു വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന കളർ വേരിയൻസ് എന്ന് പറയുന്നൊരു സോർട്ട സണ്ണി എന്ന് പറയുന്ന കളർ വേരിയന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലൗഡി വൈറ്റ്, സ്റ്റോമി ബ്ലാക്ക്. അപ്പോൾ ഈ ഒരു 3 കളർ വേരിയൻസ് ആണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 Pro നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഡിവൈസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 210 grams ആണ് ഈ ഒരു ഡിവൈസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊരു ബൾക്കി ആൻഡ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 Pro എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ കൈയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു ഫോൺ റെക്കമെൻഡ് ആയിട്ടുള്ളത്. പറഞ്ഞാൽ കുറച്ചൊരു സൈസും ഒക്കെ ഉള്ളൊരു, അതായത് 6.7 inches സ്ക്രീൻ വരുന്നുണ്ട് തന്നെ കുറച്ചൊരു സൈസൊക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ്. പിന്നീട് ഇതിന്റെ ഒരു ഓവറോൾ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിലും ഇതിന്റെ ഡിവൈസ് ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഫീൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബൾക്കി ആയിട്ടുള്ള ഒരു ഡിവൈസിനാണ് ഈ ഒരു പിക്സൽ 6 Pro എന്ന് പറയുന്നത്. അതായത് ഈ ഒരു 210 grams അതുപോലെ തന്നെ ഒരു 6.71 inches ഒരു സ്ക്രീൻ സൈസ് ഒക്കെ തന്നെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു കുറച്ചൊരു സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസിനാണ് ഈ ഒരു പിക്സൽ 6 Pro എന്ന് പറയുന്നത്. അപ്പം ഇത്രയും സൈസ് ആവശ്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ പിക്സൽ 6 ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു 2K ഡിസ്പ്ലേയും ഒക്കെ ഒന്നും നമുക്ക് ഈ ഒരു പിക്സൽ 6 നമുക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേ എടുത്തു പറയുന്ന ഫീച്ചർ തന്നെയാണ് ഈ ഒരു 120 Hz അഡാപ്റ്റീവ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു 2K ഡിസ്പ്ലേ ആണ് ഈ ഒരു പിക്സൽ 6 Pro നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു കർവ്ഡ് സ്ക്രീനും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ഒരു ക്യാമറ ആ ഒരു സെക്ഷനെ പറ്റി പറയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഒരു ക്യാമറ, ഈ പിക്സലിന്റെ ക്യാമറസ് നമുക്ക് അറിയാവുന്ന കാര്യത്തിലാണ്. ഒരു സോഫ്റ്റ്വെയർ കിങ് തന്നെയാണ് ഈ ഒരു ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പം ഗൂഗിളിന്റെ ഫോണിൽ നമുക്ക് ക്യാമറാസ് ഒക്കെ അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ വളരെയധികം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ക്യാമറാസിലൊക്കെ പ്രോസസ്സറായി വരുന്ന ഫോട്ടോസൊക്കെ വളരെ പ്രോസസ്സിന് മുമ്പ് നമുക്ക് ഒരു വലിയ ഇത് ഫീൽ ചെയ്തെങ്കിലും പ്രോസസ്സായി നമ്മൾ ഗാലറിയിൽ വലിയ ഫോട്ടോസ് കയറി നമ്മൾ ഫോട്ടോസ് നോക്കുമ്പോൾ വളരെയധികം തന്നെ പ്രോസസ്സായി നല്ല രീതിക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം അത് ഗൂഗിളിൽ ഇത്രയും ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഡേറ്റാ ബേസ് ഒക്കെ തന്നെ ഗൂഗിളിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇതിന്റെ ക്യാമറാസ് ഒക്കെ പറയുമ്പോഴേക്കും നല്ലൊരു ക്യാമറാസ് തന്നെയാണ് നമുക്ക് വേണ്ടി പറയാം. കാരണം ഫോട്ടോസ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിങ് തന്നെയാണ് ഈ ഒരു ഗൂഗിളിന്റെ ക്യാമറ എന്ന് പറയുന്നത്. പക്ഷേ വീഡിയോ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഓക്കെയാണ്. അത്ര വലിയ ഇഷ്യൂസ് ആയിട്ട് നമുക്ക് ഫേസ് ചെയ്തില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് വൈഡ് ആംഗിൾ 4K 60 fps നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇത് മാത്രമേ നമുക്ക് ഉള്ളൂ. അപ്പം അത് എല്ലാവർക്കും അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെ നമുക്ക് ഫേസ് ചെയ്യണമെന്നില്ല. പക്ഷേ ചെറിയ ചെറിയ ഇഷ്യൂസ് മാത്രമേ ഈ ഒരു ഫോൺ നമുക്ക് അങ്ങനെ കാണുന്നുള്ളൂ. ബാക്കി എല്ലാ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കിടിലായിട്ടൊരു ഫോൺ തന്നെ ഒരു പിക്സൽ 6 Pro എന്ന് പറയുന്നത്. സ്പെസിഫിക്കേഷൻസ് വൈസും ബാക്കി എല്ലാ ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് നമുക്ക് പ്രോസസർ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ടെൻസർ പ്രോസസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ 12 ആയതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 11 കുറച്ചുകൂടെ ചേഞ്ചഡ് ആയിട്ടുള്ള UIയും കുറച്ചുകൂടെ ഐക്കൺസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർസും കുറച്ചൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു UI തന്നെയാണ് ആൻഡ്രോയിഡ് 12 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിക്സൽ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. MIയും റിയൽമി അങ്ങനത്തെ കളർ വോയിസും പോലുള്ള ഒരു ചവറായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ ഈ ഒരു ഡിവൈസിലില്ല. വളരെയധികം സ്റ്റോക്ക് ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ആൻഡ്രോയിഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 Pro നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇത്രയാണ് ഇതിന്റെ ഈ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ സൗണ്ടും കാര്യങ്ങളെ പറ്റിയൊക്കെ നോക്കുമ്പോഴേക്കും വളരെയധികം കിടിലമായിട്ടുള്ള, അതായത് കുറച്ചുകൂടെ ബാസ് ഒക്കെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഈ ഒരു പിക്സൽ 6 Pro നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇതിന്റെ പ്രീവിയർ വേരിയൻസിനേക്കാളൊക്കെ കുറച്ചുകൂടെ നമുക്ക് സൗണ്ട് എൻഹാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പം അത് ഡോൾബി അറ്റ്മോസ് ഒക്കെ നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ സ്പോട്ടിഫൈയിലൊക്കെ നമ്മൾ പാട്ടൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ചെറിയൊരു മിനി ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു പിക്സൽ 6 Pro നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയതിന്റെ ഒരു ക്യാമറ ബമ്പാണ്. അപ്പം ഈ ക്യാമറ ജസ്റ്റ് ഒന്ന് പ്രൊജക്ഷൻ ചെയ്താണ് ഇങ്ങനെ എക്സ്റ്റീരിയറിലോട്ട് നിൽക്കുന്നത്. അപ്പം അത് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത്. ആദ്യമൊക്കെ നമ്മൾ കവർ ഇടാതെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിലൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഒരു കേസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ പോകുന്ന രീതിയിലുള്ള കേസുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നീട് ഇതിനകത്ത് എടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്സൽ 6 and 6 Pro ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്സൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, അത് എന്തെങ്കിലും ഡാമേജസ് നമ്മുടെ കയ്യിൽ നിന്ന് തറയുമ്പോൾ എന്തെങ്കിലും ഡിസ്പ്ലേ അങ്ങനെയൊക്കെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒറിജിനൽ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്ത ആ ഒരു പ്ലേസിൽ തന്നെ നമുക്ക് പോകേണ്ടി വരും. അപ്പം അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു പിക്സൽ 6 പ്രോയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.